നെക്സ്റ്റ് സർഫസ് ഇൻ്റഗ്രൽസ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഒരു സ്മൂത്ത് സർഫസ് എസ്സിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സർഫസ് എസ്സിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ അറിയാം എന്നുണ്ടെങ്കിലും ആ സർഫസിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സ്മൂത്ത് സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജിയുടെ ഇൻ്റഗ്രൽ ഓവർ എസ് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലയാണ് ഇനി പറയുവാൻ പോകുന്നത്. ഇവിടെയും രണ്ട് കേസുകളുണ്ട്. ആദ്യം സ്മൂത്ത് സർഫസ് എസ്സിനെ ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന സിറ്റുവേഷനിൽ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഫോർമുല നമുക്ക് നോക്കാം. സോ സ്മൂത്ത് സർഫസ് എസ്സിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ആ സർഫസ് എസ്സിൻ്റെ താഴെയുള്ള പ്ലെയിനിലുള്ള അതിൻ്റെ ഷേഡോയാണ് റീജിയൻ ആർ എന്നും വിചാരിക്കുക. ദെൻ സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ജി. Then the integral of g over s is given by the integral double integral over r g of x y z into modulus of del f divided by modulus of del f dot p dA, where p is a unit vector normal to r and del f dot p not equal to 0. സോ റീജിയൻ എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ജി. അതുപോലെ തന്നെ റീജിയൻ ആറിനോട് നോർമൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് പി എന്ന് വിചാരിക്കുക. del f dot p നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജിയുടെ റീജിയൻ എസ്സിലുള്ള ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ. ഇത് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജിയുടെ റീജിയൻ എസ്സിലുള്ള ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ദെൻ എബവ് ഇൻ്റഗ്രലിൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ ഇതിന് പകരം ഡി സിഗ്മ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇൻ്റഗ്രൽ ഇതുപോലെ റെഡ്യൂസ് ചെയ്യും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ. ദെൻ ഇതിൽ ഡി സിഗ്മയാണ് സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇൻ്റഗ്രലിനെ, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മയാണ് ഡിഫറൻഷ്യൽ ഫോർമുല ഫോർ സർഫസ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് കേസിൽ സ്മൂത്ത് സർഫസ് എസ്സിൻ്റെ പാരാമീറ്ററൈസേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് സർഫസ് എസ്സിൻ്റെ വെക്ടർ ആർ ഓഫ് യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഈ ഒരു ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓവർ എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇനി പറയുന്നത്. സോ സർഫസ് എസ്സിൻ്റെ പാരാമീറ്ററൈസേഷൻ ഇതുപോലെ അറിയാമെന്നുണ്ടെങ്കിൽ സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് വിചാരിക്കുക. ദെൻ ദി ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഓഫ് യു വി കോമ വൈ ഓഫ് യു വി കോമ സെഡ് ഓഫ് യു വി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ജിനെ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി എക്സ്പ്രസ് ചെയ്തിട്ട് വേണം ഫോർമുല അപ്ലൈ ചെയ്യുവാൻ. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് എ ബി സി ഡി ഇവ കോൺസ്റ്റൻസ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ദെൻ ഇവിടെ റിമാർക്ക് 1ൽ പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി 1 എന്നുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രം അറ്റൈൻ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മയിലേക്ക് റെഡ്യൂസ് ചെയ്യും. അത് ആ സർഫസിൻ്റെ ഏരിയയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇതിൽ ജി എന്നുള്ളത് ഒരു തിൻ ഷെല്ലിൻ്റെ ഡെൻസിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ എന്നുള്ളത് ആ തിൻ ഷെല്ലിൻ്റെ മാസ്സായിരിക്കും. ദെൻ ഇവിടെ റിമാർക്ക് 2ൽ പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽസിനെ ജനറൽ ഡബിൾ ഇൻ്റഗ്രൽസിന് ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുമെന്നാണ്. അതായത് സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് ജി 1ഉം ജി 2ഉം എന്ന് വിചാരിക്കുക. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 1 പ്ലസ് ജി 2 ഡി സിഗ്മ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 1 ഡി സിഗ്മ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 2 ഡി സിഗ്മ. അതുപോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 1 മൈനസ് ജി 2 ഡി സിഗ്മ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 1 ഡി സിഗ്മ മൈനസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 2 ഡി സിഗ്മ. അതുപോലെ തന്നെ ജി എന്നുള്ളത് സർഫസ് എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനും സി ഒരു കോൺസ്റ്റൻറ്റും ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് സി ജി ഡി സിഗ്മ ഈക്വൽ ടു സി ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ. ദെൻ റീജിയൻ എസ്സിൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ റീജിയൻ എസ്സിൽ ജി 1 ഓഫ് എക്സ് വൈ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി 2 ഓഫ് എക്സ് വൈ സെഡ് ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 1 ഡി സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി 2 ഡി സിഗ്മ. ദെൻ അതുപോലെ തന്നെ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യും. അതായത് സർഫസ് എസ് പീസ് വൈസ് സ്മൂത്ത് ആണെന്ന് വിചാരിക്കുക. അതായത് ഒന്നിലധികം സ്മൂത്ത് സർഫസുകളുടെ യൂണിയൻ ആണെന്ന് വിചാരിക്കുക.
ജനറലായിട്ട് പറയുമ്പോൾ S=S1 യൂണിയൻ S2 യൂണിയൻ എക്സെട്ര യൂണിയൻ Sn ആണെങ്കിൽ അവിടെ S1ഉം S2ഉം എക്സെട്ര Sn അവയെല്ലാം സ്മൂത്ത് സർഫസുകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ W/S(G(d)σ) W/S1(G(d)σ) പ്ലസ് W/S2(G(d)σ) പ്ലസ് എക്സെട്ര പ്ലസ് W/Sn(G(d)σ). സോ ഡബിൾ ഇൻ്റഗ്രൽസിനെ ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും സർഫസ് ഇൻ്റഗ്രൽസിനും ഹോൾഡ് ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ്റഗ്രേറ്റ് g(x(y(z) x plus y plus z over the surface of the cube cut from the first octant by the planes x=2, y=2, z=2. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് g(x(y(z) x plus y plus z. അത് സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇവിടെ തന്നിട്ടുള്ള സർഫസിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ തന്നിട്ടുള്ള സർഫസ് എസ് ഒരു ക്യൂബാണ്. അതായത് x=0, y=0, z=0, x=2, y=2, z=2. ഈ 6 പ്ലെയിൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ക്യൂബാണ് സർഫസ് എസ്. അതായത് ആ സർഫസ് എസ് 6 സ്മൂത്ത് സർഫസുകളുടെ യൂണിയനാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് W/S(G(d)σ) ആണ്. 6 സർഫസുകളെയും S1, S2, S3, S4, S5, S6 ഇതുപോലെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ W/S(G(d)σ) W/S1(G(d)σ) പ്ലസ് W/S2(G(d)σ) പ്ലസ് W/S3(G)(d)σ) പ്ലസ് W/S4(G)(d)σ) പ്ലസ് W/S5(G)(d)σ) പ്ലസ് W/S6(G)(d)σ) ആയിരിക്കും. സോ നമുക്ക് ഓരോ സർഫസിലുമുള്ള ഡബിൾ ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ സർഫസുകളെ നമ്പർ ചെയ്യാവുന്നതാണ്. നമ്മൾ തൽക്കാലം സർഫസ് എസിൻ്റെ Z=0 അതായത് XY പ്ലെയിനിലുള്ള പോർഷനെ S1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ S1ൻ്റെ താഴെയുള്ള പ്ലെയിൻ അതായത് അതിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ XY പ്ലെയിൻ തന്നെയാണ്. സോ അതിൻ്റെ ഷാഡോ XY പ്ലെയിൻ തന്നെയായിരിക്കും. അതിൻ്റെ ഷാഡോയും ആ സർഫസും സെയിം തന്നെയായിരിക്കും. സോ XY പ്ലെയിനിലുള്ള 0< x < 2, 0< y < 2 ഈ ഇൻഇക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആണ് സർഫസ് S1. അതുപോലെ തന്നെ സർഫസ് S1ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലേക്കുള്ള അതിൻ്റെ ഷാഡോയും അത് തന്നെയായിരിക്കും. അതായത് 0< x < 2, 0< y < 2 ഈ രണ്ട് ഇൻഇക്വാലിറ്റീസും യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന XY പ്ലെയിനിലുള്ള സ്ക്വയർ റീജിയൻ ആയിരിക്കും റീജിയൻ S1ഉം. അതുപോലെ തന്നെ അതിൻ്റെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ആയിട്ടുള്ള ഷാഡോയും. ആ ഷാഡോനെ നമ്മൾ RXY എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ S2 എന്നുള്ള സർഫസ് XZ പ്ലെയിനിലെ ആ സർഫസിൻ്റെ പോർഷനാണ്. അതായത് y=0 എന്നുള്ള പ്ലെയിനിലെ സർഫസ് എസിൻ്റെ പോർഷനെയാണ് നമ്മൾ S2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അത് XZ പ്ലെയിനിലുള്ള ഒരു റീജിയൻ ആയിരിക്കും. ആ സർഫസിന് താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ XZ പ്ലെയിൻ തന്നെയാണ്. സോ S2ൻ്റെ XZ പ്ലെയിനിലേക്കുള്ള ഷാഡോയും S2ഉം സെയിം തന്നെയായിരിക്കും. ആ സ്ക്വയർ റീജിയൻ ഇതാണ് 0< x < 2, 0< z < 2 ഈ ഇൻഇക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആണ് S2 എന്നുള്ള റീജിയനും. അതുപോലെ തന്നെ അതിന് താഴെയുള്ള XZ പ്ലെയിനിലേക്കുള്ള അതിൻ്റെ പ്രൊജക്ഷനും. ആ ഒരു പ്രൊജക്ഷനെ നമ്മൾ RXZ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ S3 എന്നുള്ള റീജിയൻ സർഫസ് എസിൻ്റെ x=0 അതായത് YZ പ്ലെയിനിലുള്ള പോർഷനെയാണ് നമ്മൾ S3 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ സർഫസും ഒരു സ്ക്വയർ റീജിയൻ ആണ്. അതുപോലെ തന്നെ ആ സർഫസിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ YZ പ്ലെയിൻ തന്നെയാണ്. സോ ആ സർഫസും അതുപോലെ തന്നെ സർഫസിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലേക്കുള്ള അതിൻ്റെ ഷാഡോയും സെയിം തന്നെയായിരിക്കും. അത് YZ പ്ലെയിനിലുള്ള ഒരു സ്ക്വയർ റീജിയൻ ആയിരിക്കും. അതിനെ RYZ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ആ റീജിയനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഇൻഇക്വാലിറ്റീസ് 0< y < 2, 0< z < 2 ഈ ഒരു ഇൻഇക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആയിരിക്കും സർഫസ് S3യും. അതുപോലെ തന്നെ സർഫസ് S3യുടെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലുള്ള അതിൻ്റെ ഷാഡോ റീജിയനും. ദെൻ സർഫസ് എസിൻ്റെ Z=2 എന്നുള്ള പ്ലെയിനിലുള്ള പോർഷനെയാണ് നമ്മൾ S4 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് XY പ്ലെയിനിനോട് പാരലലായിട്ട് 0,0,2 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള പ്ലെയിനിലുള്ള സർഫസ് എസിൻ്റെ പോർഷനെയാണ് നമ്മൾ S4 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സർഫസ് S4ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ XY പ്ലെയിൻ ആണ്. ദെൻ XY പ്ലെയിനിൽ സർഫസ് S4ൻ്റെ ഷാഡോ റീജിയൻ നമ്മൾ നേരത്തെ പറഞ്ഞ RXY എന്നുള്ള റീജിയൻ ആണ്. അതായത് 0< x < 2, 0< y < 2 ഈ ഇൻഇക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആണ് സർഫസ് S4ൻ്റെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ അതായത് ഷാഡോ.
ദെൻ സർഫസ് എസിൻ്റെ y=2 എന്നുള്ള പ്ലെയിനിലുള്ള പോർഷനെയാണ് നമ്മൾ S5 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എക്സൽ പ്ലെയിനോട് പാരലലായിട്ട് 0,2,0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള പ്ലെയിനിലുള്ള സർഫസ് എസിൻ്റെ പോർഷനെയാണ് S5 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സർഫസ് S5ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ എക്സൽ പ്ലെയിൻ ആയിരിക്കും. സർഫസ് S5ൻ്റെ ആ കോർഡിനേറ്റ് പ്ലെയിനിലുള്ള, അതായത് എക്സൽ പ്ലെയിനിലുള്ള ഷേഡോ നമ്മൾ നേരത്തെ പറഞ്ഞ RXZ എന്നുള്ള റീജിയൻ ആയിരിക്കും. അതായത് 0< x<2, 0< z>2 ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആയിരിക്കും സർഫസ് S5ൻ്റെ എക്സൽ പ്ലെയിനിലുള്ള ഷാഡോ. അതുപോലെ തന്നെ സർഫസ് എസിൻ്റെ x=2 എന്നുള്ള പ്ലെയിനിലുള്ള പോർഷനെയാണ് നമ്മൾ S6 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് YZ പ്ലെയിനോട് പാരലലായിട്ട് 2,0,0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള പ്ലെയിനിലുള്ള സർഫസ് എസിൻ്റെ പോർഷനെയാണ് നമ്മൾ S6 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ സർഫസിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ YZ പ്ലെയിൻ ആണ്. സോ ആ സർഫസ് S6ൻ്റെ YZ പ്ലെയിനിലുള്ള ഷാഡോ നമ്മൾ നേരത്തെ പറഞ്ഞ RYZ എന്നുള്ള റീജിയൻ ആണ്. അതായത് 0< y>2, 0< z>2 ഈ ഒരു ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ റീജിയൻ ആയിരിക്കും സിക്സ്ത് സർഫസിൻ്റെ YZ പ്ലെയിനിലുള്ള ഷാഡോ. ദെൻ ഓരോ സർഫസിലുമുള്ള സർഫസ് ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം സർഫസ് S1 കൺസിഡർ ചെയ്യുന്നു. അത് z=0 എന്നുള്ള പ്ലെയിൻ്റെ പോർഷൻ ആയതുകൊണ്ട് f(x,y,z) c ഈ ഒരു ഫോമിൽ ആ സർഫസിനെ, അതായത് S1നെ ഡിനോട്ട് ചെയ്യുവാൻ വേണ്ടി f(x,y,z) എന്നും കോൺസ്റ്റൻറ്റ് c=0 എന്നും ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സർഫസ് S1ന് നമുക്ക് f(x,y,z) 0 ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. അതായത് f(x,y,z) എന്നുള്ള 3 വേരിയബിൾ ഫംഗ്ഷൻ്റെ ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കും. f(x,y,z) ആയതുകൊണ്ട് ഗ്രേഡിയൻറ്റ് വെക്റ്റർ ∇f യൂണിറ്റ് വെക്റ്റർ k. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് |f(del(f)=1. ദെൻ S1ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ XY പ്ലെയിൻ ആണ്. അതായത് അതിൻ്റെ ഷാഡോ XY പ്ലെയിനിലുള്ള RXY എന്നുള്ള റീജിയൻ ആണ്. സോ RXY എന്നുള്ള റീജിയനോട് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് യൂണിറ്റ് വെക്റ്റർ k തന്നെ ചൂസ് ചെയ്യാം. അതായത് വെക്റ്റർ p വെക്റ്റർ k തന്നെ ചൂസ് ചെയ്യാം. ദെൻ ∇f.p എന്നുള്ളത് 1 കിട്ടും. അതായത് k.k=1 ആയതുകൊണ്ട് ∇f.p എന്നുള്ളത് 1 ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും 1 ആയിരിക്കും. അതായത് |f(del(f)p = 1. ദെൻ സർഫസ് S1ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ഷാഡോ RXY എന്നുള്ള റീജിയൻ ആണ്. അത് XY പ്ലെയിനിലുള്ള ഒരു റീജിയൻ ആയതുകൊണ്ട് dA = dx dy. അതുപോലെ തന്നെ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ d sigma =| |del(f)/| dA. ഇവിടെ |f)ഉം |f(del(f)p ഉം 1 ആയതുകൊണ്ട് =1/1 dx dy. അതായത് dx dy. സോ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ d sigma = dx dy. ദെൻ സർഫസ് S1ലെ പോയിൻറ്റ്സിൽ z=0 ആയതുകൊണ്ട് സർഫസ് S1ലെ പോയിൻറ്റ്സിൽ g(x,y,z) = x+y+0, അതായത് x+y ആയിരിക്കും. അതുപോലെ തന്നെ S1ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലുള്ള അതിൻ്റെ ഷാഡോ RXY ആണ്. അതൊരു സ്ക്വയർ റീജിയൻ ആയതുകൊണ്ട് ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് x വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെയും y വാരി ചെയ്യുന്നതും 0 മുതൽ 2 വരെയുമാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് റീജിയൻ S1ലുള്ള സർഫസ് S1ലുള്ള ജിയുടെ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. W(S1 g d sigma) = W(RXY x+y d sigma) =0 to 2 x+y dx dy. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ y ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് x²/2. കോൺസ്റ്റൻറ്റ് വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് y × x. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ W(S1 g d sigma) = 0 to 2 x²/2 + yx dy. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ = 0 to 2 2 + 2y dy. വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y + y² എന്ന് കിട്ടും. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ W(S1 g d sigma) = 8 എന്ന് കിട്ടും. അതുപോലെ തന്നെ S2ലും S3ലും ഉള്ള സർഫസ് ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. S2ൻ്റെ കേസിൽ അതിന് f(x,y,z) = c ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടി f(x,y,z) എന്നുള്ളത് y എന്നും കോൺസ്റ്റൻറ്റ് c = 0 എന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് f(x,y,z) = 0 ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ f(x,y,z) = y ആയതുകൊണ്ട് ∇f = യൂണിറ്റ് വെക്റ്റർ j ആയിരിക്കും. അതിൻ്റെ മോഡുലസ് വാല്യൂ 1 ആയിരിക്കും. സർഫസ് S2ൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ XZ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ആ പ്ലെയിനിലുള്ള S2ൻ്റെ ഷാഡോ RXZ എന്നുള്ള റീജിയൻ ആണ്.
സോ ഷാഡോ എക്സ് പ്ലെയിനിലുള്ള ഒരു റീജിയൻ ആയതുകൊണ്ട് ആർ എക്സ് സെഡിനോട് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ജെ ചൂസ് ചെയ്യാം. അതായത് വെക്റ്റർ പി ഈക്വൽ ടു വെക്റ്റർ ജെ എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. കാരണം എക്സ് പ്ലെയിനിലുള്ള ഒരു റീജിയനാണ് ആർ എക്സ് സെഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് വൈ ആക്സിസിനോട് പാരലലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ ചൂസ് ചെയ്താൽ മതി. സോ നമുക്ക് വെക്റ്റർ പി ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ ജെ എന്ന് ചൂസ് ചെയ്യാം. ദെൻ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ആ ഒരു കേസിലും 1 തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡി സിഗ്മ ഈക്വൽ ടു ഡി എക്സ് ഡി സെഡ്. എസ് ടുവിലെ പോയിൻറ്റ്സ് ജി ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ്. ദെൻ ആർ എക്സ് സെഡ് എന്നുള്ള റീജിയണിൽ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ, സെഡ് വാരി ചെയ്യുന്നതും 0 മുതൽ 2 വരെ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഡബ്ലിൻ്റെ ലോവർ എസ് ടു ജി ഡി സിഗ്മ ഈക്വൽ ടു ഡബ്ലിൻ്റെ ലോവർ ആർ എക്സ് സെഡ് എക്സ് പ്ലസ് സെഡ് ഡി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് പ്ലസ് സെഡ് ഡി എക്സ് ഡി സെഡ്. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. സിമിലർലി ഡബ്ലിൻ്റെ ലോവർ എസ് ത്രീ ജി ഡി സിഗ്മ ഈക്വൽ ടു ഡബ്ലിൻ്റെ ലോവർ ആർ വൈ സെഡ് വൈ പ്ലസ് സെഡ് ഡി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 വൈ പ്ലസ് സെഡ് ഡി വൈ ഡി സെഡ്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഇനി നമുക്ക് സർഫസ് എസ് ഫോറിലുള്ള സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സർഫസ് എസ് ഫോർ സെഡ് ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിനിൻ്റെ ഒരു പോർഷൻ ആയതുകൊണ്ട് ആ സർഫസിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടി ചൂസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് ആൻഡ് സി ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ എസ് ഫോറിനെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. ദെൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് ആയതുകൊണ്ട് അതിൻ്റെ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഡെൽ എഫ് ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ കെ. ദെൻ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഈക്വൽ ടു 1. ദെൻ സർഫസ് എസ് ഫോറിൻ്റെ അതിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ഷാഡോ അത് ആർ എക്സ് വൈ എന്നുള്ള റീജിയൻ ആണ്. സർഫസ് എസ് ഫോറിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ആ പ്ലെയിനിലുള്ള എസ് ഫോറിൻ്റെ ഷാഡോ ആർ എക്സ് വൈ എന്നുള്ള റീജിയൻ ആണ്. സോ ആർ എക്സ് വൈ എന്നുള്ള റീജിയൻ എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് ആർ എക്സ് വൈ എന്നുള്ള റീജിയനോട് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് യൂണിറ്റ് വെക്റ്റർ കെ തന്നെ ചൂസ് ചെയ്യാം. അതായത് വെക്റ്റർ പി ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ കെ. ദെൻ ഡെൽ എഫ് ഡോട്ട് പി ഈക്വൽ ടു 1 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവും 1 തന്നെയായിരിക്കും. ദെൻ ആർ എക്സ് വൈ എന്നുള്ള റീജിയൻ എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയൻ ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ ഡി എ ഈക്വൽ ടു ഡി എക്സ് ഡി വൈ. ദെൻ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡി സിഗ്മ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു 1/1 ഡി എക്സ് ഡി വൈ അതായത് ഡി എക്സ് ഡി വൈ. സോ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡി സിഗ്മ ഈക്വൽ ടു ഡി എക്സ് ഡി വൈ. സർഫസ് എസ് ഫോറിൽ സെഡ് ഈക്വൽ ടു 2 ആയതുകൊണ്ട് സർഫസ് എസ് ഫോറിലെ പോയിൻറ്റ്സിൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ആയിരിക്കും. അതുപോലെ തന്നെ റീജിയൻ ആർ എക്സ് വൈയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ, വൈ വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ. ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഡബ്ലിൻ്റെ ലോവർ എസ് ഫോർ ജി ഡി സിഗ്മ ഇവാലുവേറ്റ് ചെയ്യാം. ഡബ്ലിൻ്റെ ലോവർ എസ് ഫോർ ജി ഡി സിഗ്മ ഈക്വൽ ടു ഡബ്ലിൻ്റെ ലോവർ ആർ എക്സ് വൈ എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഡി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഡി എക്സ് ഡി വൈ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വാരിയബിൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് വൈ എക്സ് പ്ലസ് 2x ഡി വൈ. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 6 പ്ലസ് 2y ഡി വൈ. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 16 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ എസ് ഫൈവിലും എസ് സിക്സിലുമുള്ള സർഫസ് ഇൻ്റഗ്രൽസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുവാൻ സാധിക്കും. സർഫസ് എസ് ഫൈവ് വൈ ഈക്വൽ ടു 2 എന്നുള്ള പ്ലെയിൻ്റെ ഒരു പോർഷൻ ആയതുകൊണ്ട് അതിനെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ചൂസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു വൈ ആൻഡ് സി ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ എസ് ഫൈവിനെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 2 ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. ദെൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു വൈ ആയതുകൊണ്ട് ഡെൽ എഫ് ഈക്വൽ ടു യൂണിറ്റ് വെക്റ്റർ ജെ ആയിരിക്കും. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 1 ആയിരിക്കും. അതുപോലെ തന്നെ ആ റീജിയൻ്റെ അതായത് എസ് ഫൈവ് എന്നുള്ള സർഫസിൻ്റെ താഴെയുള്ള കോർഡിനേറ്റ് പ്ലെയിൻ അത് എക്സഡ് പ്ലെയിൻ ആണ്. എക്സഡ് പ്ലെയിനിലുള്ള സർഫസ് എസ് ഫൈവിൻ്റെ ഷാഡോ അത് ആർ എക്സ് സെഡ് ആണ്. ആർ എക്സ് സെഡിനോട് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ജെ ചൂസ് ചെയ്യാം. ആ ഒരു കേസിൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി എന്നുള്ളത് 1 ആയിരിക്കും. അതുപോലെ തന്നെ സർഫസ് ഏരിയ ഡിഫറൻഷ്യൽ ഡി സിഗ്മ ഈക്വൽ ടു ഡി എക്സ് ഡി സെഡ്. എസ് ഫൈവിലെ പോയിൻറ്റ്സിൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് പ്ലസ് 2. അതുപോലെ തന്നെ റീജിയൻ ആർ എക്സ് സെഡിൽ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ, അതുപോലെ തന്നെ സെഡ് വാരി ചെയ്യുന്നതും 0 മുതൽ 2 വരെ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഡബ്ലിൻ്റെ ലോവർ എസ് ഫൈവ് ജി ഡി സിഗ്മ ഈക്വൽ ടു ഡബ്ലിൻ്റെ ലോവർ ആർ എക്സ് സെഡ് എക്സ് പ്ലസ് സെഡ് പ്ലസ് 2 ഡി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു
integral 0 to 2 integral 0 to 2 x plus z plus 2 dx dz. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S6 g d sigma ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ RYZ y plus z plus 2 d sigma which is equal to integral 0 to 2 integral 0 to 2 y plus z plus 2 dy dz. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും 16 എന്ന് കിട്ടും. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S g d sigma എന്നുള്ളത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S1 g d sigma പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S2 g d sigma പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S3 g d sigma പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S4 g d sigma പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S5 g d sigma പ്ലസ് g d sigma ആയതുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദി ക്യൂബ് g d sigma ഈക്വൽ ടു 8 plus 8 plus 8 plus 16 plus 16 plus 16 which is equal to 72. സോ g of x y zൻ്റെ ആ ക്യൂബിലുള്ള സർഫസ് ഇൻ്റഗ്രൽ 72 ആണ്. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് g of x y z ഈക്വൽ ടു എക്സ് ഓവർ ദി പരാബോളിക് സിലിണ്ടർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ g of x y z ഈക്വൽ ടു എക്സ്, അത് സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിനും കണ്ടിന്യൂസ് ആണ്. സോ തന്നിട്ടുള്ള പരാബോളിക് സിലിണ്ടറിൻ്റെ പോർഷനിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ തന്നിട്ടുള്ള പരാബോളിക് സിലിണ്ടറിൻ്റെ പോർഷനെ എസ് ഒന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സർഫസ് എസിലെ ഏതൊരു പോയിൻറ്റും ഓടെ ട്രിപ്പിൾ എക്സ് കോമ എക്സ് സ്ക്വയർ കോമ സെഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഈ ഒരു ഫോമിലായിരിക്കും. സോ ആ സർഫസ് എസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷനാണ് വെക്ടർ ആർ ഓഫ് യു വി ഈക്വൽ ടു യു ഐ പ്ലസ് യു സ്ക്വയർ ജെ പ്ലസ് വി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സിന് പകരം യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ വൈ ഓഫ് യു വി എന്നുള്ളത് യു സ്ക്വയർ ആയിരിക്കും. ദെൻ സെഡ് എന്നുള്ളത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. സോ സെഡ് ഈക്വൽ ടു വി എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇവിടെ വേരിയബിൾ യുവിന് പകരം എക്സ് എന്നും വേരിയബിൾ വിക്ക് പകരം സെഡ് എന്ന് ചൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. അതായത് വെക്ടർ ആർ ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് എക്സ് സ്ക്വയർ ജെ പ്ലസ് സെഡ് കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളത് സർഫസ് എസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ തന്നെയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് എക്സിന് പകരം യു എന്നും സെഡിന് പകരം വി എന്നും ചൂസ് ചെയ്തത്. So vector r of uv equal to ui plus u square j plus vk 0 less than or equal to u less than or equal to 2 0 less than or equal to v less than or equal to 3 എന്നുള്ളത് സർഫസ് എസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ ആണ്. ദെൻ വെക്ടർ ആർ യു ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ യു ഈക്വൽ ടു ഐ പ്ലസ് 2uj ആൻഡ് വെക്ടർ ആർ വി ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വി ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ കെ. ദെൻ അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ ആർ യു ക്രോസ് ആർ വി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ 1 2u 0 0 0 1 അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2ui മൈനസ് ജെ എന്ന് കിട്ടും. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഈക്വൽ ടു റൂട്ട് ഓഫ് 4u സ്ക്വയർ പ്ലസ് 1. നമുക്കറിയാം സർഫസ് എസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ ആണ് വെക്ടർ ആർ ഓഫ് യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്നുണ്ടെങ്കിൽ സർഫസ് എസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജിയുടെ സർഫസ് എസിലുള്ള ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് ഓഫ് യു വി കോമ വൈ ഓഫ് യു വി കോമ സെഡ് ഓഫ് യു വി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി. ദെൻ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ്. സർഫസ് എസിലെ പോയിൻറ്റ്സിൽ എക്സ് ഓഫ് യു വി ഈക്വൽ ടു യു ആയതുകൊണ്ട് സർഫസ് എസിൽ ജി ഈക്വൽ ടു യു ആയിരിക്കും. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ 0 to 2 u ഇൻറ്റു മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ 0 to 2 u ഇൻറ്റു റൂട്ട് ഓഫ് 4u സ്ക്വയർ പ്ലസ് 1 ഡി യു ഡി വി. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് യു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ വി കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുവാൻ വേണ്ടി ഇൻ്ററാൻഡിൻ്റെ കൂടെ ഒരു 8 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 ഇൻ്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4u സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 8u ഡി യു ഡി വി. ദെൻ റൂട്ട് ഓഫ് 4u സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 8uൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് യു കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. 4u സ്ക്വയർ പ്ലസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പ്രൊസീഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 4u സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 8uൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് യു എന്നുള്ളത് നമുക്ക് ഇതുപോലെ കിട്ടും. 4u സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അത് യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ ഈക്വൽ ടു 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 4u സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 ഡി വി
യുവിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 17√17 - 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3 dv. വിത്ത് റെസ്പെക്ട് വി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 17√17 - 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വി എന്ന് കിട്ടും. വിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 17√17 - 1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. അതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ g(x,y,z)ൻ്റെ സർഫസ് എസ്സിലുള്ള സർഫസ് ഇൻ്റഗ്രൽ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് g(x,y,z) = z ഓവർ ദി പോർഷൻ ഓഫ് ദി പ്ലെയിൻ x + y + z = 4 ദാറ്റ് ലൈസ് എബവ് ദി സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ ദി xy പ്ലെയിൻ. ഇവിടെ തന്നിട്ടുള്ള സർഫസ് x + y + z = 4 എന്നുള്ള പ്ലെയിനിൻ്റെ XY പ്ലെയിനിലുള്ള ഒരു സ്ക്വയർ റീജിയൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു പോർഷനാണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈ ഒരു ഇനീക്വാലിറ്റീസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന XY പ്ലെയിനിലെ ഒരു സ്ക്വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള x + y + z = 4 എന്നുള്ള പ്ലെയിനിൻ്റെ പോർഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ള സർഫസ്. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ g(x,y,z) = z അത് സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിനും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നിട്ടുള്ള സർഫസിലെ എല്ലാ പോയിൻറ്റ്സിനും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ദെൻ ആ സർഫസിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള പ്ലെയിൻ അത് XY പ്ലെയിനാണ്. ആ പ്ലെയിനിലുള്ള അതിൻ്റെ ഷാഡോ ആ റീജിയനെ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. R എന്നുള്ള റീജിയൻ XY പ്ലെയിനിലുള്ള 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള സ്ക്വയറാണ്. അതുപോലെ തന്നെ തന്നിട്ടുള്ള സർഫസിനെ f(x,y,z) = c ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടി ടേക്ക് f(x,y,z) = x + y + z ആൻഡ് കോൺസ്റ്റൻറ്റ് c = 4. ദെൻ സർഫസസിനെ നമുക്ക് f(x,y,z) = 4 ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ദെൻ റീജിയൻ R XY പ്ലെയിനിലുള്ള റീജിയൻ ആയതുകൊണ്ട് റീജിയൻ ആറിനോട് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് യൂണിറ്റ് വെക്റ്റർ k ആയിട്ട് ചൂസ് ചെയ്യാം. അതായത് വെക്റ്റർ p = വെക്റ്റർ k. ദെൻ സർഫസസിലെ പോയിൻറ്റ്സിൽ ഗ്രേഡിയൻ വെക്റ്റർ ∇f = I + j + k കാരണം ∂f/∂x = 1 ∂f/∂y = 1 ആൻഡ് ∂f/∂z = 1. സോ സർഫസസിലെ പോയിൻറ്റ്സിൽ ഗ്രേഡിയൻ വെക്റ്റർ ∇f = I + j + k. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ∇f = √1 + 1 + 1 = √3. ദെൻ ∇f.p = ∇f.k = 1. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ∇f.p അതും 1 തന്നെയാണ്. ദെൻ ഡിഫറൻഷ്യൽ d സിഗ്മ = മോഡുലസ് ഓഫ് ∇f ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ∇f.p dA √3 ഡിവൈഡഡ് ബൈ 1 dA. ദെൻ റീജിയൻ R XY പ്ലെയിനിലുള്ള റീജിയൻ ആയതുകൊണ്ട് dA = dx dy. അത് യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ d സിഗ്മ = √3 dx dy. ദെൻ റീജിയൻ R ഒരു സ്ക്വയർ റീജിയൻ ആയതുകൊണ്ട് ആ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് x വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ, y വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ തന്നെ. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ = ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 z ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 1 dx dy. ദെൻ സെഡിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. സർഫസ് എസ്സിൽ x + y + z = 4 ആയതുകൊണ്ട് z = 4 - x - y ആയിരിക്കും. സോ സെഡിന് പകരം 4 - x - y ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ജി ഡി സിഗ്മ = √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 4 - x - y dx dy. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ y കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 4x - x² ഡിവൈഡഡ് ബൈ 2 - yx dy. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 4 - 1/2 - y dy വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 7/2 - y dy. ദെൻ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 7/2 y - y² ഡിവൈഡഡ് ബൈ 2 വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7 - 1 അതായത് 3 √3 എന്ന് കിട്ടും. അതാണ് ഗിവൺ സർഫസ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് g(x,y,z) = x² ഓവർ ദി കോൺ z = x² + y² raised to 1/2 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.
തന്നിട്ടുള്ള സർഫസിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷനാണ് വെക്റ്റർ ആർ ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ആർ കോസ് തീറ്റ ഐ പ്ലസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. കോണിൻ്റെ പാരാമീറ്ററൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ വെക്റ്റർ ആർ ആർ ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ പ്ലസ് കെ ആൻഡ് വെക്റ്റർ ആർ തീറ്റ ഈക്വൽ ടു മൈനസ് ആർ സൈൻ തീറ്റ ഐ പ്ലസ് ആർ കോസ് തീറ്റ ജെ പ്ലസ് 0k. ദെൻ അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് വെക്റ്റർ ആർ ആർ ക്രോസ് വെക്റ്റർ ആർ തീറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ കോസ് തീറ്റ സൈൻ തീറ്റ 1 മൈനസ് ആർ സൈൻ തീറ്റ ആർ കോസ് തീറ്റ 0. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് ആർ കോസ് തീറ്റ ഐ മൈനസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ കെ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആർ കോസ് തീറ്റ ഐ മൈനസ് ആർ സൈൻ തീറ്റ ജെ പ്ലസ് ആർ കെ. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് ആർ ആർ ക്രോസ് ആർ തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 2r. ദെൻ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അത് സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് സർഫസസിലെ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കും. സർഫസസിലെ പോയിൻറ്റ്സിൽ എക്സ് ഓഫ് ആർ തീറ്റ എന്നുള്ളത് ആർ കോസ് തീറ്റ ആയതുകൊണ്ട് സർഫസസിലെ പോയിൻറ്റ്സിൽ ജി ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ദെൻ ദി ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to 1 ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു റൂട്ട് 2r dr d തീറ്റ which is equal to root 2 into integral 0 to 2π integral 0 to 1 r cube into cos square theta dr d theta. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആർ ക്യൂബിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് r⁴ ഡിവൈഡഡ് ബൈ 4. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു r⁴ ഡിവൈഡഡ് ബൈ 4 ഡി തീറ്റ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π കോസ് സ്ക്വയർ തീറ്റ ഡി തീറ്റ. ദെൻ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഡിവൈഡഡ് ബൈ 4 ഇൻ്റഗ്രൽ 0 to 2π 1/2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ ഡി തീറ്റ which is equal to root 2 divided by 8 integral 0 to 2π 1 plus cos 2 theta d theta. With respect to theta integrate ചെയ്യുമ്പോൾ root 2 divided by 8 into theta plus 1/2 sin 2 theta എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ root 2 divided by 8 into 2π minus 0 plus 1/2 into sin 2π minus sin 0. sin 2πയും sin 0യും 0 ആയതുകൊണ്ട് which is equal to pi root 2 divided by 4. അതാണ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓവർ എസ്.